നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ സ്വന്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷു മലയാളികൾക്ക് വെറുമൊരു ആഘോഷമല്ല, മറിച്ച് ഐശ്വര്യത്തിൻ്റെയും പുതിയൊരു കാർഷിക സംസ്കാരത്തിൻ്റെ തുടക്കമാണ്. കത്തുന്ന വേനലിനും കുളിർമയേകി പൂക്കുന്ന കണിക്കൊന്നയും കാർഷിക വിഭവങ്ങൾ നിരത്തിയ വിഷുക്കണിയും കൈനീട്ടവുമൊക്കെയായി വീണ്ടും ഒരു വിഷുക്കാലം കൂടി എത്തിയിരിക്കുകയാണ്. എന്താണ് വിഷുവിന് പിന്നിലെ യഥാർത്ഥ കഥകൾ? നമ്മുടെ കൃഷിയും വിഷുവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി പരിശോധിക്കാം. വിഷുവിനെ കുറിച്ച് പ്രധാനമായും 2 ഐതിഹ്യങ്ങളാണ് നമ്മൾ കേട്ടുപോരുന്നത്. ആദ്യത്തേത് ശ്രീകൃഷ്ണനും നരകാസുരനും തമ്മിലുള്ള യുദ്ധത്തിന്റെ കഥ. ഭൂമിദേവിയുടെ പുത്രനാണെങ്കിലും അഹങ്കാരിയായി മാറിയ നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ചത് ഒരു വിഷു ദിനത്തിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അധർമ്മത്തിന്റെ മേൽ ധർമ്മം ജയിച്ച ഈ ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് വിഷു. അടുത്തത് രാവണന്റെ ഭരണകാലത്ത് സൂര്യനെ നേരെ ഉദിക്കാൻ രാവണൻ അനുവദിച്ചിരുന്നില്ല. രാവണന്റെ വധത്തിന് ശേഷം സൂര്യൻ കിഴക്കു ദിശയിൽ നേരെ ഉദിച്ചു തുടങ്ങിയതിന്റെ സന്തോഷമായിട്ടാണ് വിഷു ആഘോഷങ്ങൾ മാറിയതെന്ന് വേറൊരു കഥയുമുണ്ട്. ശാസ്ത്രീയമായി നോക്കിയാൽ വിഷു എന്നത് തുല്യമായത് എന്നാണ് അർത്ഥം. രാവും പകലും തുല്യമായി വരുന്ന മേടമാസം 1-ാം തീയതിയാണ് വിഷു ആഘോഷിക്കുന്നത്. ഭൂമിയുടെ 2 ധ്രുവങ്ങളിലും സൂര്യപ്രകാശം തുല്യമായി പതിക്കുന്ന വിഷുവന്ത് എന്ന പ്രതിഭാസമാണ് ഇതിന് പിന്നിൽ. വിഷു എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് വിഷുക്കണി തന്നെയാണ്. വരാനിരിക്കുന്ന ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യത്തിന്റെ പ്രതീകമാണിത്. കണിക്കൊന്ന, വെള്ളരിക്ക, ചക്ക, മാങ്ങ തുടങ്ങിയ നാടൻ വിഭവങ്ങൾ കണിവയ്ക്കുന്നത് നമ്മുടെ കാർഷിക സംസ്കാരത്തിന്റെ തന്നെ ഭാഗമാണ്. കണ്ണു തുറന്നു കാണുന്ന ഈ നന്മകൾ നമ്മെ പോസിറ്റീവ് ഊർജത്തോടെ പുതിയൊരു വർഷത്തിലേക്ക് നയിക്കുന്നു. വിഷുക്കണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അഷ്ടമാംഗല്യം. 8 മംഗളകരമായ വസ്തുക്കളുടെ കൂട്ടമാണിത്. ഓരോ നാടിനും അനുസരിച്ച് ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരാറുണ്ടെങ്കിലും സാധാരണയായി ഉൾപ്പെടുത്തുന്നവ ഇവയൊക്കെയാണ്. നെല്ല് സമൃദ്ധിയുടെ അടയാളം, അരി ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു, വാൽക്കണ്ണാടി ഭഗവതിയുടെ പ്രതീകമായി കരുതുന്നു, ഗ്രന്ഥം അറിവിന്റെയും വിദ്യയുടെയും പ്രതീകം, ചന്ദനം മനസ്സിന് കുളിർമയും ശുദ്ധിയും നൽകുന്നു, നിലവിളക്ക് പ്രകാശത്തിന്റെയും അറിവിന്റെയും അടയാളം, നിറവറ ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്നു എന്നതിന്റെ പ്രതീകം, സ്വർണം അല്ലെങ്കിൽ പണം ധനസമ്പത്തിന്റെയും ലക്ഷ്മി ദേവിയെയും സൂചിപ്പിക്കുന്നു. ഈ വസ്തുക്കളെല്ലാം ഐശ്വര്യം നിറയുന്ന ഒരു വർഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം വിഷു എന്നാൽ പുതിയൊരു വിളവെടുപ്പിന്റെയും ഒപ്പം വിതയുടെയും കാലമാണ്. വിഷുപ്പതി എന്നൊരു ചടങ്ങുണ്ട്. വേനൽ മഴ കിട്ടിക്കഴിഞ്ഞാൽ വിത്തിറക്കാൻ പാകത്തിന് പറമ്പ് ഒരുക്കുന്ന രീതിയാണത്. പണ്ട് കാലത്ത് വിഷു കഴിഞ്ഞാൽ ഉടൻ തന്നെ വിത്തുകൾ പാകി തുടങ്ങുമായിരുന്നു. നമ്മുടെ മണ്ണും പ്രകൃതിയുമായുള്ള പൊക്കിൾക്കൊടി ബന്ധമാണ് ഇവിടെ വ്യക്തമാകുന്നത്. രാസവസ്തുക്കളില്ലാത്ത ജൈവ കൃഷി രീതികളിലേക്ക് നമ്മൾ മടങ്ങേണ്ടതിന്റെ ആവശ്യകത കൂടിയാണ് ഈ ആഘോഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വിഷുക്കഞ്ഞി, വിഷുക്കട്ട, പടക്കം പൊട്ടിക്കൽ, പിന്നെ എല്ലാവരും കാത്തിരിക്കുന്ന വിഷു കൈനീട്ടം. മുതിർന്നവർ ഇളമുറക്കാർക്ക് നൽകുന്ന സ്നേഹത്തിന്റെയും കരുതലുകളുടെയും അടയാളമാണിത്. ഐശ്വര്യം പങ്കുവയ്ക്കുന്ന ഈ രീതി ഒരു വലിയ സാമൂഹിക ഐക്യം കൂടി ഉറപ്പാക്കുന്നു. മാറുന്ന കാലത്തിനനുസരിച്ച് ആഘോഷങ്ങളിൽ മാറ്റം വന്നെങ്കിലും വിഷു നൽകുന്ന സന്ദേശം ഒന്ന് തന്നെയാണ്. അത് നന്മയുടെയും സമൃദ്ധിയുടെയും പ്രത്യാശയുടെയും സന്ദേശമാണ്. ഇത്തവണത്തെ വിഷു നമുക്ക് പ്രകൃതിയെ അറിഞ്ഞും മണ്ണിനെ സ്നേഹിച്ചും ആഘോഷിക്കാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മടിക്കണ്ട. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.